ബ്യൂട്ടി ടിപ്സ് എവിടെ നോക്കിയാൽ അതൊക്കെയാണ്. നിങ്ങൾ ഏതോ ഒരു അപരിചിതൻ ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോയോ മറ്റും ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ ബ്യൂട്ടി ടിപ്സ് അതിന് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഗ്ലി ടിപ്പായിട്ടാണ് മാറുക. നിങ്ങൾക്ക് വേണ്ടതൊരു കോൺഫിഡൻസാണ്. ആദ്യം നിങ്ങളുടെ സൗന്ദര്യത്തിലൊരു വിശ്വാസം വേണം. എന്നിട്ട് നിങ്ങൾ എന്താണോ അതിനെ ആരോഗ്യപരമായിട്ട് പരിപോഷിക്കാനുള്ള ഒരു ബ്യൂട്ടി ടിപ്പാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ആരാണോ അതായിരിക്കണം ലോകത്ത് ഏറ്റവും ഭംഗിയുള്ളത്. എന്നിട്ട് ആ ഭംഗിയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ല? അല്ലാണ്ട് നിങ്ങളെ മറ്റൊരാളാക്കി മാറ്റാനോ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടോ ഇങ്ങനെ ആക്കിയെടുക്കാനല്ല നോക്കേണ്ടത്. അതാണ് ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുക. കോൺഫിഡൻസ് ആണ്, നിങ്ങൾക്കുള്ള ആത്മവിശ്വാസവും നിങ്ങളുള്ള ആത്മപ്രണയവുമാണ് ഏറ്റവും നമ്പർ 1 ബ്യൂട്ടി ടിപ്പ് എന്ന് പറയുന്നത്. ഒരാളുടെ യഥാർത്ഥ ബ്യൂട്ടി സൗന്ദര്യം തിളങ്ങുന്നത് പുറത്തുള്ള സൗന്ദര്യ വസ്തുക്കളിൽ നിന്നല്ല, നമ്മുടെ ആന്തരികമായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ ആ ഒരു തിളക്കത്തിൽ നിന്നാണ്. അതിനാദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു നല്ല ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുന്നൊരു ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു ദിവസം നമുക്ക് ജീവനോടെ കിട്ടിയതിന് നമ്മൾ നന്ദി പറയാം. ഇന്നലെ തന്നെ എത്ര ആൾക്കാർ നമ്മളെ കൂടെ ഇന്ന് ഇവിടെ ഭൂമിയിൽ ജീവിക്കേണ്ട എത്ര മനുഷ്യന്മാർ ജീവൻ നഷ്ടപ്പെട്ടു പോയി. നാളെ ഒരു ദിവസം നമുക്കും അത് നഷ്ടപ്പെടും. അതിന് മുമ്പായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഇന്ന് നിൽക്കുന്ന ജീവിതത്തിന്, നമുക്ക് ഈ ജീവൻ ലഭിച്ചതിന്, നമുക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചതിന്, ഇതിനൊക്കെ നമ്മൾ നന്ദി പറയാം. ആ നന്ദി നല്ലൊരു ബ്യൂട്ടി ഷൈനിങ് റിഫ്ലക്ഷനായിട്ട് നിങ്ങളെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കുമ്പം എന്തായിരിക്കും? നിങ്ങളുടെ സൗന്ദര്യം അവിടെ തിളങ്ങി നിൽക്കും. പ്രായമായാൽ പോലും ഈ ഒരു സൗന്ദര്യത്തെ ആർക്കും അപഹരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കാണിക്കാൻ വന്ന ഒരു 65 വയസ്സുകായ ടീച്ചർ, എന്തോ ഒരു പ്രസരിപ്പാണ് അവരുടെ ഇതിൽ. കാരണം സ്വന്തം സൗന്ദര്യത്തിലും സ്വന്തത്തിലുമുള്ളൊരു വിശ്വാസം, അതിനനുസരിച്ചുള്ള റിഫ്ലക്ഷനും പ്രതിഫലിച്ചപ്പം അവർക്ക് വാർദ്ധക്യം വന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറത്ത് തേക്കുന്ന ഏതൊരു ക്രീമിനേക്കാളും ഏതൊരു ലോഷനേക്കാളും നിങ്ങളെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഈ ലോഷനാണ്. നിങ്ങൾ ആന്തരിക സൗന്ദര്യത്തിന് മുമ്പിൽ തേച്ച് പുരട്ടുന്ന ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഈ ലോഷൻ നിങ്ങളെ മനസ്സിനെ കൊണ്ട് നിങ്ങളിങ്ങനെ തേച്ച് കുളിപ്പിച്ച് മിനുക്കിയെടുക്കുക. അത് വെട്ടിത്തിളങ്ങുന്നൊരു ചർമ്മമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു ബ്യൂട്ടി ഡ്രിങ്ക് ഏതാണെന്നറിയോ? വെള്ളമാണ്. വെള്ളം അങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഷൈനിങ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിലേക്കും ജലാംശം എത്തുമ്പം നിങ്ങളുടെ ശരീരം ആന്തരികമായിട്ടും ഇങ്ങോട്ട് വെട്ടിത്തിളങ്ങും. നമ്പർ 1 ബ്യൂട്ടി ടിപ്പാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണട ഒന്ന് മാറ്റാൻ പോവാം. സൺസ്ക്രീനൂടി അടങ്ങിയ ഒരു കണ്ണട എടുക്കാമെന്ന് വിചാരിച്ചേക്കാം. കാരണം എന്താണ്? ഈ സൺസ്ക്രീന് നമ്മൾ UV റേസ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സഹായിക്കുന്നൊരു സംഭവമാണ്. നമ്മളെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഔട്ട്ഡോറിലൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവർ ഒരു സൺസ്ക്രീനുള്ള കണ്ണട ഉപയോഗിക്കുന്നത് അത് നമ്മളെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ ബ്യൂട്ടി നഷ്ടപ്പെടാതെ നോക്കുകയും ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മുടെ ബ്യൂട്ടി വരുന്നത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ്. നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി എപ്പോഴും നമ്മളെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. നല്ല ആരോഗ്യപരമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾ പിന്തുടരുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മളെ ഈ ബ്യൂട്ടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരോഗ്യപരമായൊരു ഭക്ഷണം കഴിക്കുമ്പം നിങ്ങളുടെ വായിലൂടെ മാത്രമല്ല ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത്, നിങ്ങളുടെ വയറിനെ മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിനെയും നിങ്ങൾ ആരോഗ്യം കൊണ്ട് പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബി ഹെൽത്തി, ബൈ.